അപ്പം പക്ഷെ ഇതിന്റെയൊക്കെ ബാഗേജ് നമുക്ക് നമ്മുടെ തലയല്ല ഈ പറയുന്നത്. ഇപ്പൊ മാലാഖ ഇന്നലെ ഇറങ്ങി സൗബിൻ നായകനായിട്ടുള്ള സിനിമയാണ്, അതും എന്റെ തലയിലാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത്? പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ സിനിമ എന്തിനാണ് കാണുന്നത്? സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു. എന്തുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം, 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം, ഒരു പ്രതീക്ഷയില്ലാത്ത എന്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഒന്നേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്തിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും സ്വാഭാവികമായിട്ടും എന്റെ പടങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും. അപ്പൊ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഞാൻ അശ്വന്തായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ, സൗഹൃദമുണ്ട്. കാരണം എന്നെ ഭക്ഷണം കേഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ്. ഞങ്ങൾ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം. അപ്പൊ ആ രീതിയിൽ അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക്. സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എന്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എന്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ അജണ്ട ഒന്നുമല്ല.